ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് 3 കാർഡ് എടുക്കുന്നുണ്ട്. അതിൽ 1, 2, 3 എന്ന് ഞാൻ പൈൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്പർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പർ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിനു മുമ്പ് ഷൈനിങ് സ്റ്റാർസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടിയുള്ള ഗൈഡൻസ് യൂണിവേഴ്സ് തരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്പർ എടുത്തവർക്കുള്ള കാർഡ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡ് നമ്പർ ചാരിയറ്റ്, തേർഡ് നമ്പർ ദ ടവർ. ഈ നമ്പർ സെലക്ട് ചെയ്തവരോട് നിങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് വേണ്ട റെസ്പെക്റ്റ് കിട്ടുന്നില്ല, എനിക്കൊരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ഇല്ല, എനിക്ക് വേണ്ട വാല്യൂ കിട്ടുന്നില്ല, അത് നിങ്ങളുടെ ലൈഫിലായിരിക്കാം, നിങ്ങളുടെ കരിയറിലായിരിക്കാം, എന്തിലായാലും അവിടെ നിങ്ങൾക്ക് ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് കിട്ടാൻ പോകുന്നു എന്നാണ് കാണുന്നത്. അതിപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ഒക്കെ തന്ന് നിങ്ങളെ ചേർത്ത് നിർത്തുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ പ്രോത്സാഹിപ്പിച്ച് എൻകറേജ് ചെയ്യുന്ന കാർഡാണ്. നിങ്ങളുടെ കരിയറിലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടെയും നിങ്ങൾക്ക് വേണ്ട വാല്യൂവും റെസ്പെക്റ്റും ഒക്കെ കിട്ടും എന്നാണ് കാണുന്നത്. ഇതാണ് നമ്പർ 1. നമ്പർ 2 തിരഞ്ഞെടുത്തവർക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്തിട്ട് കുറേ എഫേർട്ട് ഇട്ടു, കുറേ ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടും എനിക്കവിടെ ഒരു സക്സസ്സും കാണുന്നില്ല, അതിനൊരു മൂവ്മെൻറ്റ് കാണുന്നില്ല എന്ന് നിങ്ങൾ സ്റ്റക്കായി നിന്നിട്ടുണ്ടെങ്കിൽ, അത് ലൈഫിലാവാം, റിലേഷൻഷിപ്പിലായാലും കരിയറിലായാലും, അങ്ങനെ നിങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു മൂവ്മെൻ്റാണ് കാണുന്നത്. അതും ഒരു പോസിറ്റീവ് ചേഞ്ചാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ചേഞ്ച് വരുന്നു, ആ ഒരു മൂവ്മെൻ്റ് ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത്. ഇതാണ് സെക്കൻഡ് ബേൽഗാർ. ഇനി തേർഡ് നമ്പർ സെലക്ട് ചെയ്തവർക്ക് വന്നിരിക്കുന്നത് ടവറാണ്. നിങ്ങൾ കുറേ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി, കുറേ സ്ട്രഗിൾ, അതിപ്പം കരിയറിലായാലും ലൈഫിലായാലും നിങ്ങൾ അങ്ങനെ കുറേ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് പോകുന്നു. അതിൽ നിന്ന് ഒരു മാറ്റം വേണം. അതിപ്പോൾ രോഗമാവാം, ഒരു രോഗമായാൽ അത്, അല്ലെങ്കിൽ കുറേ സങ്കടം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു സക്സസ്സും ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രതീക്ഷിച്ച് അതിനു വേണ്ടി ഒന്നും നടക്കുന്നില്ല എന്ന് നിൽക്കുന്നുവെങ്കിൽ അതിനൊരു മാറ്റം വരുന്നു എന്നാണ് കാണുന്നത്. അതിനെല്ലാം ഒരു എൻഡിങ് വരുന്നു. അതിൽ നിന്നെല്ലാം ഒരു എൻഡിങ് വന്ന് നിങ്ങൾക്കൊരു പുതിയ ഒരു മാറ്റം, ഒരു ഷിഫ്റ്റ് വരുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത് ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.